ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല ചൂടുള്ള പാൽക്കപ്പയും അതിൻ്റെ കൂട്ടത്തിൽ നല്ല കുരുമുളകിട്ട് വരട്ടിയ ബീഫും നല്ല മഴയും അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ ഭയങ്കര ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഈ പാൽക്കപ്പയും ബീഫ് വരട്ടിയെന്ന് പറയുന്നത്. ബീഫ് എന്തിൻ്റെ കൂടെയും അടിപൊളിയാണ്, എങ്കിലും കൂടിയിട്ട് ഈ പാൽക്കപ്പയും ബീഫും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലും അതിന് മുമ്പായിട്ട് ഞാൻ ഈ പാൽക്കപ്പ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ അതൊന്ന് പോയി കാണണേ, കൂടുതലൊന്ന് സപ്പോർട്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബീഫിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അപ്പോൾ നല്ല നെയ്യും എല്ലും കൂടിയിട്ടുള്ള ബീഫ് എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലാതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു കുക്കറിലേക്ക് ആദ്യം ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതായത് ഒരു ചെറിയ ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതും കൂടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. പിന്നെ എക്സ്ട്രാ നമ്മൾ ഒരു പൊടികളും ചേർക്കേണ്ട, ഗരം മസാല അതുപോലെ തന്നെ ബീഫ് മസാല അങ്ങനത്തെ പൊടികളൊന്നും ചേർത്തിട്ട് കുളമാക്കണ്ട കേട്ടോ. നല്ല നാടൻ രീതിയിലുള്ള ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് ഒരു വട്ടം ഉണ്ടാക്കി കൂട്ടി നോക്കിയാൽ അറിയാം, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് അതുപോലെ തന്നെ ഏലക്ക, പട്ട, കറാമ്പൂ അങ്ങനത്തെ ഒന്നും ചേർക്കണ്ട. പിന്നെ വലിയുള്ളി, തക്കാളി അതും ഞാൻ ചേർക്കുന്നില്ല. സാധാരണ രീതിയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടി, പിന്നെ കുറച്ച് അധികം കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇടുന്നത്. അപ്പോൾ എരിവ് നോക്കിയിട്ട് അതൊന്ന് ബാലൻസ് ചെയ്തിടുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഈ 2 സാധനം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കല്ലുപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം, കുറച്ച് കരിവേപ്പിലയും, പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണം കൂടെ ഒഴിച്ചിട്ട് കൈ വെച്ച് നന്നായിട്ട് അങ്ങ് തിരുമ്മുക. മല്ലിയില, പുതിനയില ഒന്നും ഇട്ടിട്ടില്ല. അപ്പം കൈവച്ച് തിരുമുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. നമ്മൾ ഈ ബീഫൊക്കെ ഈ കൈവച്ച് തിരുമ്മി കുഴച്ച് അത് ചട്ടിയിലാക്കിയിട്ട് ഈ അടുപ്പത്ത് വെച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതങ്ങനെ ആ ഒരു ചെറിയ തീയിലിങ്ങനെ കിടന്ന് മെല്ലെ അങ്ങ് വെന്ത് കഴിക്കുമ്പോൾ വേറെ തന്നെയാണ് അതിൻ്റെ രുചി കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി മിക്സാക്കിയതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം, അതായത് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പം നന്നായിട്ട് കറി പോലെ ആയിപ്പോവും എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളത് മൂടിയിട്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാനൊരു 6-7 വിസിലോളം ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം വറ്റിക്കാൻ വേണ്ടി വീണ്ടും നമ്മളത് വേവിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഒരു 7 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബീഫ് 7 വിസിൽ അടുപ്പിച്ചതിന് ശേഷം ഞാൻ തുറന്ന് നോക്കി കേട്ടോ. ആവിയൊക്കെ പോയതിന് ശേഷമാണ് തുറന്നത്. പക്ഷേ ഒരുപാട് അങ്ങ് തണുക്കാനൊന്നും വെച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ തുറന്നു കേട്ടോ. കറക്റ്റ് പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഓവർ ലൂസായിട്ടുമില്ല, ഒരുപാട് ഡ്രൈ ആയിട്ടുമില്ല. ഇനി ഈ ഒരു ഭാഗമല്ല, ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ അടുപ്പത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് തീയിൽ വെച്ച് ഇങ്ങനെ വേവിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ അങ്ങനെ വറ്റി വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പാൽക്കപ്പയും അതുപോലെ തന്നെ ബീഫിൻ്റെ എന്ത് റെസിപ്പി ആയാലും കുഴപ്പമില്ല, എങ്കിലും കൂടിയിട്ട് ഈ ബീഫ് കുരുമുളക് ഇട്ടത് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടുതൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട്. ബൈ.